നമസ്കാരം. അങ്ങനെ രാജ്യത്ത് ബി.ജെ.പിയുടെ ഒരു മുഖ്യമന്ത്രി കൂടെ അധികാരം ഏൽക്കുകയാണ്. ഇന്നാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കും. ആസാദ് മൈതാനിയിൽ വൈകിട്ട് 5:30-ക്കാണ് ചടങ്ങ്. പ്രധാനമന്ത്രി, 9 കേന്ദ്രമന്ത്രിമാർ, 3 മുഖ്യമന്ത്രിമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 1970-ൽ നാഗ്പൂരിലെ RSS കുടുംബത്തിൽ ജനിച്ച ഫട്നാവിസ് ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. 1992-ൽ നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗവും 97-ൽ 27-ാം വയസ്സിൽ മേയറുമായി. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മേയർ എന്ന റെക്കോർഡിട്ട അദ്ദേഹം 99-ലാണ് നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ചൈനയിൽ നിന്നൊക്കെ അവാർഡ് മേടിച്ച് ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ കൂടെ കൊണ്ട് നടക്കുന്ന ആര്യ രാജേന്ദ്രൻ തന്നെ. അതല്ല നമ്മുടെ വിഷയം. ഫട്നാവിസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ 54-കാരനായ ഫട്നാവിസ് മുഖ്യമന്ത്രി പദത്തിൽ ഇത് 3-ാം തവണയാണ്. 2014 മുതൽ 2019 വരെയാണ് ഫട്നാവിസ് മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. 2019 മുതൽ 2022 വരെ മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. 2013 മുതൽ 15 വരെ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം വർക്ക് ചെയ്യുകയായിരുന്നു. 2019-ൽ 5 ദിവസം മാത്രം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മഹായുതി സർക്കാരിൽ ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായിരുന്നു. നാഗ്പൂർ സൗത്ത് വെസ്റ്റ് നിയമസഭാ മണ്ഡലം തുടർച്ചയായ 6-ാം വിജയമാണ് ഇത്തവണ ഫട്നാവിസിന് സമ്മാനിച്ചിട്ടുള്ളത്. അഴിമതിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന, ജനകീയ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന നേതാവ് എന്ന പ്രതിച്ഛായയുമായി വീണ്ടും അധികാരത്തിലേറിയ അദ്ദേഹത്തിന് 3-ാം ഊഴം എളുപ്പമാവുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. മോദിയുടെയും അമിത്ഷായുടെയും അകമഴിഞ്ഞ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വികസനങ്ങൾ അവിടെ ചെയ്യാനും സാധിക്കും. മഹാവികാസ് അഘാടി സഖ്യം പൊളിച്ച് സർക്കാരിനെ വീഴ്ത്താൻ ഫട്നാവിസിന് മുഖ്യമന്ത്രി പദം ത്യജിക്കേണ്ടി വന്നിരുന്നു. ഏക്നാഥ് ഷിൻഡോയ്ക്ക് കീഴിൽ ഉപമുഖ്യമന്ത്രിയായി ഒതുങ്ങേണ്ടി വന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിൽ തന്നെയാണ്. ഇപ്പോൾ വീണ്ടും ഉപമുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം തിരിച്ച് വരികയാണ്. 50,000 പേർ സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന വിവരം. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ എന്നിവരും ബി.ജെ.പിയുടെയും NDAയുടെയും മുതിർന്ന നേതാക്കളും ചടങ്ങിൽ എന്തായാലും എത്തും. ബുധനാഴ്ച ചേർന്ന ബി.ജെ.പി നിയമസഭാ കക്ഷി യോഗം ഫട്നാവിസിനെ ഐക്യകണ്ഠേന നേതാവായി തെരഞ്ഞെടുക്കുക തന്നെയായിരുന്നു. ശിവസേന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഏക്നാഥ് ഷിൻഡെ, NCP നേതാവ് അജിത് പവാർ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേൽക്കും. സംസ്ഥാനത്തെ 21-ാമത്തെ മുഖ്യമന്ത്രിയാണ് 54-കാരനായ ഫട്നാവിസ്. അദ്ദേഹം 3-ാം തവണയാണ് മുഖ്യമന്ത്രി ആകുന്നത്.